ചെറുപ്പക്കാരനെ കൊടുങ്ങല്ലൂർ അതുപോലെ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ദീർഘമായ പ്രസംഗവുമായൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഓർക്കുകയായിരുന്നു, ഈ ചെറുപ്പക്കാരന്റെ അച്ഛൻ ചെറുപ്രായത്തിൽ മരണപ്പെട്ട ശേഷം ഈ പയ്യനെ KSU നേതാവായി വളർന്ന കാലത്ത് കാത്തുനിന്ന പുഷ്പ എന്ന അമ്മയെ പറ്റി. ആ അമ്മ ഇപ്പൊ നമ്മളോടൊപ്പം ആ അമ്മ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കരുത് എന്ന് പറഞ്ഞ് KPCC നടത്തിയ സമരത്തിന്റെ ഭാഗമായി അവിടെ ഇരുന്നപ്പോഴാണ് ജനീഷ് പൊതുവേദിയിൽ പ്രസംഗിക്കാത്ത ഒരു കാര്യം വെറുതെ പേഴ്സണൽ ടോക്കിൽ എന്നോട് വന്ന് പറഞ്ഞത്. ജനീഷ് പഠിക്കുന്ന കാലത്ത് അച്ഛനില്ലാത്ത വീട്ടിലെ മുതിർന്ന ആൺകുട്ടി പഠിക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ടാവും, അവൻ പഠിച്ചൊന്ന് വളർന്നൊന്ന് പെട്ടെന്നൊന്ന് വലുതായി ഈ കുടുംബത്തിന് താങ്ങായിരുന്നെങ്കിൽ തണലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഓർത്തിട്ടുണ്ടാവും. പക്ഷെ ആ ഗദ്ഗതമെല്ലാം ഉള്ളിലൊതുക്കി മകന്റെ പഠനത്തോടുള്ള ഇഷ്ടവും ആ പഠനത്തോടൊപ്പം സംഘടനാ പ്രവർത്തനത്തിലുള്ള താല്പര്യവും, അതാണ് മകന്റെ ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കിയ ഒരമ്മയുടെ ചിത്രം എന്താണെന്ന് നമുക്ക് ഒരു പക്ഷേ ഊഹിക്കാൻ കഴിയുമായിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ആ അമ്മ പിന്നീട് ജനീഷിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്കിലല്ല ഞാൻ അറിഞ്ഞത്, ആ അമ്മ ഇടക്കാലത്ത് തൊഴിലുറപ്പ് പണിക്ക് പോകുമായിരുന്നു എന്നുള്ളത് ജനീഷ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ മകൻ ഇങ്ങനെ വളർന്നു വലുതാവുമ്പോ അമ്മയെ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് നീ ഇങ്ങനെ നടക്കുകയാണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവനോട് ചോദിക്കുമ്പോഴുള്ള പ്രയാസമൊക്കെ ആലോചിച്ചിട്ട് കുറച്ചൊക്കെ വലുതായപ്പോ അമ്മ ഇത് നിർത്താൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ആരുടെ മുമ്പിലും നോക്കണ്ടല്ലോ മോനെ, അത് സാരല്ല ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത്. ഞാനിപ്പോ ജനീഷിന്റെ അമ്മ പുഷ്പേച്ചിയും അതുപോലെ തന്നെ വൈഫ് ശ്രീലക്ഷ്മിയും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ആ കുടുംബത്തോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് കൊടുക്കാത്ത ജനീഷ് നടത്തിയ എല്ലാ സമയം ചെലവഴിക്കലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. KSUക്കാരനായ ജനീഷ് എത്രത്തോളം അടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ജില്ലയിലെ സംഘടനാ പ്രവർത്തകർക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഞാൻ ചുമതലയേറ്റപ്പോ ആ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റായി തൃശ്ശൂരിൽ പ്രവർത്തിച്ചത് പ്രിയങ്കരനായ ജനീഷായിരുന്നു. സംസ്ഥാനത്ത് ഓരോ ബൂത്തിലും യൂണിറ്റിലും പിന്നെ മണ്ഡലത്തിലും അതിനുശേഷം ബ്ലോക്കിലും ജില്ലയിലും അതിനുശേഷം സംസ്ഥാന സമ്മേളനവും പ്ലാൻ ചെയ്തപ്പോ എല്ലാരും എന്നോട് ചോദിച്ചു, സമ്മേളനം കോഴിക്കോടായിരിക്കോ മലപ്പുറത്തായിരിക്കോ അതോ പാലക്കാടായിരിക്കോ എന്നുള്ളത്. പക്ഷെ ഞാൻ തീരുമാനിച്ചത് സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കട്ടെ എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ കരുത്തും അതിന്റെ ഏറ്റവും വലിയ ബലവും ഏൽപ്പിച്ച ഉത്തരവാദിത്വം കഠിനമായി അധ്വാനിച്ച് നിറവേറ്റാൻ സദാസമയം അവൈലബിളായ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന, ഒരുപക്ഷെ അമ്മ പോലും ആഗ്രഹിച്ച സമയത്ത് വീട്ടിലെത്താത്ത അല്ലെങ്കിൽ വൈഫ് പോലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കിട്ടാതെ ഞാനും നിങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അക്ഷീണം യത്നിച്ച ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോ MLA ഒന്നും ആയിട്ടില്ല, MP ഒന്നും ആയിട്ടില്ല. പക്ഷെ ഒരു വാക്ക് എനിക്ക് ഈ അമ്മയോട് പറയാൻ പറ്റും, അമ്മ നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ മകൻ ചെലവഴിച്ച ആ സമയത്തിനുള്ള ഇഷ്ടമാണ് ആയിരക്കണക്കിനായ ഇതൊരു പദവിക്ക് അപ്പുറമുള്ളതാണെന്ന് ഞാൻ പറയും. ചിലപ്പോ MLA ആയാൽ പോലും ഇത്ര സ്നേഹം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, MP ആയാൽ ഇത്ര സ്നേഹം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ OJ ജനീഷ് എന്ന കോൺഗ്രസ്സുകാരന് ജനങ്ങളുടെ ഹൃദയത്തിൽ അതിനേക്കാൾ എല്ലാം വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത്. ആ സ്ഥാനം അവിടെ വരുന്നതിന് കാരണമായി മാറിയത് അവനവന്റെ കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ മകനെ സംഘടനാ പ്രവർത്തനത്തിന് അയക്കുമ്പോഴാണ്. സംഘടനാ പ്രവർത്തനം ഏതെങ്കിലും തരത്തിലുള്ള പദവിയുടെ ഗ്യാരണ്ടി ഉള്ള ഒന്നൊന്നുമല്ല. ഒരുപാട് അനേകായിരം ആളുകൾ കഠിനാധ്വാനം ചെയ്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങളെപ്പോലുള്ള ആളുകൾ, വീട്ടിൽ നിങ്ങൾ ആരും സ്ഥാനാർത്ഥികളല്ല, പക്ഷെ എത്ര മണിക്കൂറുകളാണ് ബൈക്കുമായി വന്ന ചെറുപ്പക്കാർ ഉജ്ജ്വലമായി ഈ റോഡ് ഷോയെ ഉജ്ജ്വലമാക്കിയത്. അവർക്കും വീട്ടിലെ കാര്യങ്ങൾ അവർ മാറ്റിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും നടത്തുന്ന ത്യാഗത്തിന്റെ ഒടുവിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനീഷിന് ഈ കൊടുങ്ങല്ലൂരിന്റെ നമ്മുടെ സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, ലീഡറുടെ മണ്ഡലമൊക്കെ ഇനി തിരികെ പിടിക്കാതെ മറ്റൊരാൾക്ക്
മാളയുടെ ഒരു മാണിക്യം ഈ നാടിനോളം വളർന്നതും നാടിന് മേൽവിലാസമായതും ഒക്കെ നമ്മുടെ സിരകളിൽ ഇന്നും ഓടുന്ന രക്തത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കലർന്നിട്ടുണ്ടെങ്കിൽ ആ മാളയുടെ ഈ കൊടുങ്ങല്ലൂരിന്റെ അതിന്റെ മുഴുവൻ ലെഗസിയും തിരിച്ചു പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായ ഒരു കാലത്ത് ഈ പ്രസ്ഥാനത്തെ തിരികെ കൊണ്ടുവരാൻ ലീഡർ എന്ന പേര് കേൾക്കാൻ കാരണമായ ആ തിരിച്ചുവരവിന്റെ കാലത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ 10 വർഷത്തിന് ശേഷം പാർട്ടി തിരിച്ചു വരണമെന്ന് പ്രവർത്തകരും, മുന്നണി തിരിച്ചു വരണമെന്ന് പ്രവർത്തകരും, നാട്ടിൽ ഭരണം മാറണമെന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ഭരണമാറ്റത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിലെ ജനതയും ആഗ്രഹിക്കുമ്പോ കേരളത്തിന്റെ നിയമസഭക്കകത്ത് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലാൻ സ്പീക്കർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിക്കേണ്ട പേര് ഈ നാട് അത് ആഗ്രഹിക്കുന്നുണ്ട്, ഈ നാട് അത് ആഗ്രഹിക്കുന്നുണ്ട്, ഈ നാടെ ആഗ്രഹിക്കുന്നുണ്ട്. ദേവി ഇത് നിങ്ങൾ അത് നടത്തി തരണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുക. ഇനി ഒരു കാര്യം, ഇത് ആവേശമാണ്, ഇത് ആവേശത്തിന്റെ പരകോടിയിലാണ് ഞാനും നിങ്ങളും ഒക്കെ. പക്ഷെ എനിക്ക് അതിന്റെ അടുത്തൊരു കാര്യം പറയാനും, ഈ ആവേശം ഈ മാള ജംഗ്ഷനിൽ നിന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് പോകുമ്പോ പിരിഞ്ഞു പോവേണ്ട ഒന്നല്ല. ഒരു പൊടിക്കിത് കുറയാൻ പാടില്ല, ഒരു പൊടിക്കിത് ചോരാൻ പാടില്ല. ഈ ആവേശം നിങ്ങൾ ഇനി കാണിക്കേണ്ടത് അത് നിങ്ങളുടെ ബൂത്തുകളിലാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് ഏറ്റവും വലിയ കയ്യടി നിങ്ങൾ പറയേണ്ടത് അതിനാണ്. നിങ്ങൾ ഈ ബൂത്തുകളിലേക്ക് പോലെ അവിടെയുള്ള എല്ലാവരും ബൂത്തിൽ ഈ ആവേശം ചോരാതെ കാക്കുമോ? അവിടെ വെക്കുന്ന എല്ലാവരും ബൂത്തിൽ പോകണം, വീടുകളിലെത്തണം, വോട്ടർമാരെ കാണണം, അവര് പോൾ ചെയ്യണം, അവരെ പോൾ ചെയ്യിപ്പിക്കണം. ജനങ്ങൾ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇതിനൊന്നും പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണോ? നിങ്ങൾ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണോ? ഇനി അടുത്തൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് OJ ജനീഷും ഇവിടെയുള്ള പഴയ MLAയും തമ്മിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരും ജനങ്ങളും തമ്മിൽ നടക്കുന്ന, അതിൽ ജനങ്ങൾ ജയിക്കും. ജനങ്ങൾ ജയിക്കണമെങ്കിൽ ജനീഷ് ജയിക്കണം. ജനീഷും ജനങ്ങളും ജയിച്ചാൽ കേരളം ജയിക്കും, UDF നയിക്കും. സംശയം വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയൂ. ഈ നാട്ടിലെ മുഴുവൻ വനിതകൾക്ക്, സഹോദരങ്ങൾക്ക്, സഹപ്രവർത്തകർക്ക്, സഹോദരിമാർക്ക്, അവർക്കെല്ലാവർക്കും KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര ഉറപ്പുവരുത്താൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഈ നാട്ടിൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക്, സർക്കാർ എയ്ഡഡ് കോളേജുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് അവരുടെ കുഞ്ഞു ചെലവുകൾക്ക് മാസം അവരുടെ അക്കൗണ്ടിൽ വരുമെന്ന് ഉറപ്പ് പറയുന്ന മുന്നണിയുടെ പേരെന്താ? ഈ നാട്ടിൽ ജോലിയും ജോലി ആവശ്യാർത്ഥം ചെറുപ്പക്കാർ നാടുവിടാൻ ആഗ്രഹിക്കുമ്പോ വേണ്ട, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ഇവിടെ തന്നെ നിൽക്കാൻ കഴിയാവുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ വരെയുള്ള ഈ സൗജന്യമായ പലിശരഹിതമായ വായ്പ അവർക്ക് കൊടുക്കാൻ പോകുന്ന മുന്നണിയുടെ പേരേതാ? നമ്മുടെ മുതിർന്ന പ്രായമായവരുടെ നമ്മുടെ എല്ലാമായവരുടെ പെൻഷൻ അത് 3000 ആക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? അവർക്ക് പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഇവിടെ ജയിക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും ഒരു പ്രതിസന്ധി വരുമ്പോ സാറേന്ന് പോലും വിളിക്കാതെ പേര് നീട്ടി വിളിക്കാൻ പറ്റുമായിരുന്ന ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഈ നാടിന്റെ ഭരണാധികാരിയായിരുന്നു, ഈ നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ നീട്ടി വിളിച്ച വീട്ടിൽ പോയി പറയണമെന്നൊന്നും അദ്ദേഹം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് നീട്ടി വിളിക്കാവുന്ന ആ ഉമ്മൻചാണ്ടി
ചികിത്സക്ക് പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ അത് നോക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ആ ഉമ്മൻചാണ്ടി സാർ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളകളിൽ എപ്പോഴെങ്കിലും, ആ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഇവിടെ ആര് മത്സരിച്ചിരുന്നെങ്കിലും ഈ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ജനീഷിനെ നോക്കിക്കോളെ എന്ന് എല്ലാ മാളക്കാരോടും പറയുമായിരുന്നു, അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിജയം ടീം ഇവിടുന്ന് നിങ്ങൾ ഉണ്ടാക്കി തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് പോകുന്നത്. ജനീഷിനെ MLA ആവാനും ഭരണം ഈ നാട്ടിൽ UDF തിരിച്ചു പിടിക്കുന്നതും അതിന്റെ ശേഷം നിങ്ങൾ ജനീഷിന് കൊടുക്കുന്ന സ്വീകരണ യോഗത്തിൽ എന്നെ വിളിക്കുവോ? ഉറപ്പായിട്ട് വിളിക്കുവോ? അതിനൊക്കെ വേണമെങ്കിൽ വിളിച്ചാൽ വരും. അതിനൊക്കെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇനി അടുത്തത് പോവാനുള്ളത് ഉണ്ണിയാടൻ ചേട്ടന്റെ സ്ഥലത്തുമാണ്. അവിടുത്തെ വലിയക്കാരോടൊക്കെ പറയണം, പുള്ളി ഇരിഞ്ഞാലക്കുടയിൽ പുള്ളിയുടെ ചിഹ്നമായ ഓട്ടോ അത് ഇരിഞ്ഞാലക്കുടയിൽ നിൽക്കരുത്, അതങ്ങ് തിരുവനന്തപുരത്ത് എത്തണം എന്നുള്ളത് അത് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തണം. അദ്ദേഹത്തിന്റെ കുടുംബ സംഘമുണ്ട്, മൈക്ക് ഓഫാക്കുന്നതിന് മുമ്പ് എത്താൻ പറ്റുമോ നോക്കട്ടെ. അതിന് ശേഷം കയ്പമംഗലത്ത് ഒരു കുടുംബ സംഗമമുണ്ട്, മൈക്ക് ഓഫാക്കുന്നതിന് മുമ്പ് എത്തൂല, ആളുകൾ പോകുന്നതിന് മുമ്പ് എത്താൻ പറ്റുമോ നോക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, ഈ മണ്ഡലം നിങ്ങൾ തിരികെ പിടിക്കണം. ഈ കൊടുങ്ങല്ലൂരിലൊന്നും UDF അല്ലാതെ മറ്റൊരു MLA ഉണ്ടാവാൻ പാടില്ല. അത് നാടിന്റെ തീരുമാനമായി മാറണം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു, എല്ലാവിധ സ്നേഹാശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ പരിപാടി ഉജ്ജ്വലമാക്കിയ എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.